ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസം വെറും 4 ഗ്രാം അല്ലെങ്കിൽ 4 ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പ് കയറാൻ പാടുള്ളൂ. പക്ഷേ നമ്മളെ മലയാളിൻ്റെ ഈ ഭക്ഷണ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ദിവസം 10ഉം 15ഉം ഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യും ഒരാളുടെ ശരീരത്തിൽ കയറുന്നത്. നമസ്കാരം, ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ കണ്ടന്റിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു പ്രധാന വിഷയം ഉപ്പ് കൊണ്ടുണ്ടാക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മലയാളികൾക്ക് ഉപ്പ് കൊണ്ടുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പ് ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉപ്പുകൾ കയറി വരുന്നത്, ആ ഉപ്പ് നിരന്തരമായി കഴിച്ചതിന് ശേഷം മലയാളി എങ്ങനെ ഒരു മാറാ രോഗിയായി മാറി എന്ന കാര്യം കൃത്യമായി സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിലപ്പെട്ട കണക്കുകളെ കുറിച്ചുകൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ നിൽക്കുക. അത് പുതുതായിട്ട് എല്ലാ വരുന്ന ഈ വീഡിയോസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായി ലഭിക്കാനും മിസ്സായതെല്ലാം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ വിഷയം ഉപ്പ്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ഉപ്പിനെ കുറിച്ച്. ഉപ്പിൻ്റെ ഒരു സയൻറ്റിഫിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡ് NaCl. ഇതിൽ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ കൂടുതൽ കയറുന്നു നോക്കാം. നമുക്കറിയാം, മലയാളീൻ്റെ ഭക്ഷണ രീതികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5 നേരം. രാവിലെ ചായ കടി കഴിക്കുന്നുണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പുട്ട് കടല അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പം ദോശ, അതിലേക്കൊക്കെ ഉപ്പിടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ 10 മണിക്ക് കഞ്ഞി കുടിക്കുന്ന ആളുകളുണ്ട്. നല്ലൊരു ശതമാനം ആളുകളും കഞ്ഞി കുടിക്കുന്നുണ്ട്. കഞ്ഞിയിൽ നമുക്ക് ഉപ്പില്ലാതെ നമുക്ക് കഞ്ഞി മുന്നോട്ട് പോവുകയല്ല. ഉപ്പില്ലാത്ത കഞ്ഞി നമുക്ക് നടക്കുന്ന കാര്യമല്ല. ഉച്ചക്ക് വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണത്തിൽ ചോറ് ഈ കഞ്ഞി വെക്കുന്നത്, നമ്മൾ ചോറ് ഊറ്റുന്ന അതിൽ ഉപ്പിടുന്ന ആളുകളുണ്ട്. പിന്നെ കറികളിലും എന്താ പറയുക, മീൻ പിടിച്ചത്, അങ്ങനത്തെ എല്ലാ വിഭവങ്ങളും ഉപ്പ് നിർബന്ധമാണ്. പിന്നെ ഇപ്പം 4 മണിക്ക് നമ്മൾ ചായ സ്നാക്സ് കഴിക്കുന്നത്, അതിലും നമ്മൾ ഉപ്പ് വരുന്നുണ്ട്. പല ചെറുകടികളിൽ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ രാത്രി ഭക്ഷണത്തിലും ഉപ്പ് എന്ന് പറഞ്ഞാൽ കേരളം എന്താ പല രീതിയിലാണ് ഉപ്പ് കഴിക്കുന്നത്. ഇപ്പോൾ ഉപ്പിൻ്റെ ശരിക്കുള്ള ഉപയോഗം വേണ്ടത്, ഉപ്പ് തീരെ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. ഉപ്പ് നമുക്ക് കുറച്ച് ശരീരത്തിന് ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഒരു ദിവസം വെറും 4 ഗ്രാം അല്ലെങ്കിൽ 4 ഗ്രാമിൽ താഴെ മാത്രമേ ഉപ്പ് കയറാൻ പാടുള്ളൂ. പക്ഷേ നമ്മളെ മലയാളിൻ്റെ ഈ ഭക്ഷണ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ദിവസം 10ഉം 15ഉം ഗ്രാമൊക്കെയാണ് എന്ത് ചെയ്യും ഒരാളുടെ ശരീരത്തിൽ കയറുന്നത്. അത് ഏതൊക്കെ ഭക്ഷണത്തിലൂടെ ഉപ്പ് കയറുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ശരാശരി 5 നേരത്തെ ഭക്ഷണം ഞാൻ നിങ്ങൾ പറഞ്ഞു. പിന്നെ മലയാളിക്ക് മറ്റൊരു ബിഹേവിയർ, പിക്കിൾ, അച്ചാറുകൾ മലയാളി വല്ലാതെ ഉപയോഗിക്കും. അച്ചാർ നമുക്കറിയാം, അച്ചാറിൻ്റെ കണ്ടന്റ് ഉപ്പ് മുളകിൻ്റെ മെയിൻ കണ്ടന്റ് വരിക. അച്ചാർ എന്ന് പറഞ്ഞാൽ പല ഉപ്പിലിട്ട മാങ്ങകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഉപ്പിലിട്ട് കഴിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഭീകരമായ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പ് കയറുന്നത്. മറ്റൊന്ന് പപ്പടം. ഈ പപ്പടം എന്നുള്ള സാധനം മലയാളിനായിട്ടൊരു കണക്ഷൻ ഉള്ളതാണ്. നമുക്ക് എന്ത് ഭക്ഷണം ഇല്ലെങ്കിലും ഇത് പപ്പടം വേണം. പപ്പടം എന്ന് ചെയ്യാൻ ചിലപ്പോൾ 10 മണിക്ക് കഞ്ഞിൻ്റെ കൂടെ പപ്പടം കഴിക്കുന്ന ആളുകളുണ്ട്. രാവിലെ തന്നെ എന്ത് ചെയ്യുക, പുട്ടും പപ്പടം കഴിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്തായാലും ഉച്ചയ്ക്ക് രാത്രിയോ, ഇത്രേ ഉള്ളൂ. മലയാളിനെ സംബന്ധിച്ച് ഒരു വീട്ടിൽ പപ്പടം നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി യൂസാണ് വരുന്നത്. ഈ പപ്പടത്തിൽ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ഉപ്പ് കയറുന്നുണ്ട്. മാത്രമല്ല പപ്പടത്തിന് പപ്പടക്കാരം, ഇത് രണ്ടും അപകടമാണ്. അപ്പോൾ ഈ പപ്പടം തന്നെ ഒരു 1-2 പപ്പടം കഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും, 5-6 ഗ്രാം നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപ്പ് കയറുന്നുണ്ട്. മറ്റൊന്നാണ് ഉണക്കമീനിൻ്റെ ഉപയോഗം. നമുക്കറിയാം, ഉണക്കമീൻ നമ്മൾ ഇപ്പോൾ ഈ ന്യൂജൻ വല്ലാതെ കഴിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളാണ് ഉണക്കമീൻ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഉണക്കമീൻ്റെ കണ്ടന്റ് എന്താ, പച്ച മീനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കല്ലുപ്പിട്ടിട്ടാണ് ഉണക്കുന്നത്. അത് നല്ല രീതിയിൽ ഹൈ സോൾട്ട് അതിൽ വരുന്നത്. ഈ ഉണക്കമീൻ്റെ ഉപയോഗം നമ്മളെ ഘട്ടമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ കണ്ടന്റ് കൂടുന്നുണ്ട്. മറ്റൊന്നാണ് ഈ ബേക്കറി വസ്തുക്കൾ. മലയാളിയെ സംബന്ധിച്ച് ബേക്കറി എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു നമ്മളെ ലൈഫിന് കണക്റ്റഡാണ്. നമ്മൾ എന്നോ വരുന്ന ഒരു ഗസ്റ്റിന് വേണ്ടി വീട്ടിൽ എന്ത് ചെയ്യും, 2-3 ഐറ്റം ബേക്കറി ഇപ്പം എന്ത് ചെയ്യുക, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ ബേക്കറിയിൽ വ്യാപകമായ രീതിയിൽ എന്ത് ചെയ്യുക, ഉപ്പ് ഉപയോഗിക്കുന്നത്. എല്ലാ വസ്തുക്കളും, ബഹുഭൂരിപക്ഷം വസ്തുക്കളും എന്ത് ചെയ്യുക, ഉപ്പ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം, നമ്മളെ 50-50 ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെന്താ 50 പഞ്ചസാര, 50 സോൾട്ടാണത്. രണ്ടും അപകടമാണ്. അപ്പോൾ ഈ ബേക്കറി ഇപ്പോൾ ഇങ്ങനെ ഈ 3-4 ഐറ്റത്തിലൂടെയാണ്, തലം ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മലയാളിയുടെ ശരീരത്തിൽ വല്ലാത്ത ഉപ്പ് കയറുന്നുണ്ട്. അപ്പോൾ ഒരു മലയാളിക്ക് ശരിക്കും വേണ്ടത് ഒരു 4 ഗ്രാമാണ് എന്ത് ചെയ്യുക, ഒരു ശരാശരി ആരോഗ്യ ഒരാൾക്ക് വേണ്ടത്. ഈ 4 ഗ്രാമിന് പകരം 10ഉം 20ഉം ഗ്രാമൊക്കെയാണ് മിക്കവാറും ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഉപ്പില്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഉപ്പിനെ എങ്ങനെ മാറാൻ നോക്കാം നമുക്ക്. ഈ ടേസ്റ്റ്, ഇപ്പോൾ ഉപ്പിട്ട ടേസ്റ്റ് വരികയാണ്.
ഇപ്പോൾ കഞ്ഞി കുടിച്ചാൽ ഉപ്പ് ടേസ്റ്റ് വരികയാണ്. ഇതിന് മാറാനായിട്ട് എന്താ വെച്ചാൽ അത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മാറി. ഈ ഉപ്പിൻ്റെ എന്താണ് ഉപ്പ് നമുക്ക് ബോഡിക്ക് വേണ്ടതിൽ നാവിനും ഉപ്പ് ഒരു കറി കഴിക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ടൊരു ഒരു മീൻ പൊരിച്ചത് എന്ത് കഴിക്കുക വിചാരിച്ചോ, അത് നമ്മൾ നാവിനും തലച്ചോറും മാത്രമേ ടേസ്റ്റ് കൂട്ടുന്നുള്ളൂ. ബോഡിക്ക് അത് ഡയറക്റ്റ് അത്ര ഉപ്പ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പ് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കൊണ്ടുവരാം. ഉപ്പ് പഞ്ചസാര എന്ത് ചെയ്യുക, ഷുഗർ കട്ട് പോലത്തെ എന്ത് ചെയ്യുക, സോൾട്ട് കട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ മനസ്സും സാന്നിധ്യം ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഈ ഉപ്പ് ശരീരത്തിൽ കൂടുതലായിട്ട് മലയാളിയുടെ ശരീരത്തിൽ ഉപ്പ് കയറി. ഇനി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിലൊന്നാണ് ബ്ലഡ് പ്രഷർ, രക്തത്തിൻ്റെ ഓട്ടം. അത് പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുക എന്നാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യാണ്. പമ്പ് ചെയ്യുമ്പോൾ തൊട്ട് നോക്ക്, ടക്ക് ടക്ക് ഒരു അടി ഇങ്ങനെ വെക്കുക അല്ലെ, ചെറിയ രീതിയിൽ പൾസ്. അത് നമ്മൾ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാം. പമ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോൾ രക്തം ഇങ്ങനെ ഓടും. അങ്ങനെ എന്ത് ചെയ്യാത്, ഈ രക്തത്തിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നവരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറിൻ്റെ സയൻസ് എന്താ ചോദിച്ചാൽ, ഈ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സമയത്ത് രക്തം ഇങ്ങനെ ഓടുന്ന സമയത്ത് രക്തക്കുഴലിൻ്റെ ഉള്ളിലൂടെ ഓടും. അപ്പോൾ രക്തക്കുഴലുകളെ ഇലാസ്റ്റിസിറ്റി ഒന്ന് ലൂസായി കൊടുക്കണം. അപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ലൂസായി നിൽക്കും, പിന്നെ വീണ്ടും എലാസ്റ്റിക് പവർ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ രക്തക്കോയിലൊക്കെ സ്റ്റിഫാവും, ടൈറ്റാവും. അതിനെന്ത് ചെയ്യുക, എലാസ്റ്റിസിറ്റി കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യുക, രക്തം വരുന്ന സമയത്ത് അതിങ്ങനെ ടൈറ്റായി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, രക്തം സ്പീഡിൽ പോകേണ്ടി വരും. ഇതാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയാം. എന്നാൽ അതിങ്ങനെ എലാസ്റ്റിസിറ്റി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഈ രക്തക്കുഴൽ ഇങ്ങനെ എലാസ്റ്റിസിറ്റി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ അധികം വരില്ല, ഒരു സാവധാനം ഉണ്ടാവുള്ളൂ. പക്ഷേ ടൈറ്റായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യും. എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് രക്തത്തിൻ്റെ സ്പീഡ് കൂടും. അതാണ് ബ്ലഡ് പ്രഷർ. നമുക്കറിയാം കേരളത്തിൽ 50 വയസ്സ് കഴിഞ്ഞ 50% ആളുകൾക്കും BP ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, മരുന്ന് കുടിക്കുന്നുണ്ട്. ഈ BPൻ്റെ പ്രധാന കാരണം, ഏറ്റവും വലിയ കാരണം എന്താണ്, അശാസ്ത്രീയമായിട്ടുള്ള അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം. മറ്റൊന്നാണ് സ്ട്രോക്ക് വരിക. നമ്മൾ അറിയുന്ന സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബന്ധുവിന് സ്ട്രോക്കാണ് പറയാം. നമ്മളെ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ സ്ട്രോക്കിൻ്റെ അസുഖം വന്ന ആളുകൾ കിട്ടും. അപ്പം ഒന്നും വേണം, കേരളത്തിൽ നിങ്ങൾ ജീവിക്കുന്ന പരിസരത്ത് ഒരു 10-15 വീടെടുത്ത് നോക്കിയാൽ അവിടെ ഒരാൾ സ്ട്രോക്ക് രോഗി ഉണ്ടായിരിക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, പെട്ടെന്ന് ഒരു കയ്യോ കാലോ കുഴയുക, അല്ലെങ്കിൽ ചുണ്ട് വരുക, അത് കൂടുക, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും സ്ട്രോക്ക്. ഈ സ്ട്രോക്കിൻ്റെ സയൻസ് എന്താ വെച്ചാൽ, ചെറിയ രക്തക്കുഴലിൽ പൊട്ടുകയാണ്, തലച്ചോറിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രക്തം ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ പൊട്ടലുകൾ വരും. അപ്പോൾ സ്ട്രോക്ക് വരുന്നുണ്ട്. അപ്പോൾ മലയാളികളെ BP മാറ്റുന്നതും മലയാളികളെ ബ്ലഡ് പ്രഷർ എന്ന എന്ത് ചെയ്യുക, ശാരീരിക അവസ്ഥയിലേക്ക് മാറ്റുന്നതും സ്ട്രോക്ക് എന്ന അവസ്ഥ വരുന്ന പ്രധാന കാരണം ഉപ്പാണ്. മറ്റൊന്നാണ് കിഡ്നി ഫെയിലിയർ. നമുക്കറിയാം കേരളത്തിൽ പണ്ടൊന്നും കിഡ്നി രോഗികൾ അധികം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 1990കളും 2000-ലൊക്കെ വളരെ റെയർ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ 8-10 രോഗികൾ, കിഡ്നി രോഗീൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം വരുന്നത് ഈ അമിതമായിട്ടുള്ള ഉപ്പാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കും. അതിന് സയൻസ് എന്താ വെച്ചാൽ, ഉപ്പിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, NaCl, സോഡിയം. ഈ സോഡിയത്തിൻ്റെ അംശം ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും, സോഡിയത്തിനെ പുറന്തള്ളാൻ വേണ്ടി കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിക്കുമ്പോൾ കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. കിഡ്നി കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, പെട്ടെന്ന് അത് ഡാമേജ് വരും. കാരണം ഈ കിഡ്നിൻ്റെ പ്രവർത്തനം നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ വർക്ക് ചെയ്യുന്നത് കൊണ്ടേ 24 മണിക്കൂർ വർക്ക് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് കിഡ്നിനെ വർക്ക് ചെയ്യിക്കണം, എന്ത് ചെയ്യും, അതിന് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 പ്രശ്നങ്ങളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഒന്ന് BP കൂടും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം നമ്മൾ പഠിച്ചു. നമ്മൾ മലയാളികൾ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിലേക്ക് അതിര് കവിഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. ഈ അമിതമായിട്ട് ഉപ്പ് കഴിഞ്ഞാൽ 3 അസ്വസ്ഥതകൾ വരാം. ഒന്ന് BP, ബ്ലഡ് പ്രഷർ വരാം. 2 വരാം സ്ട്രോക്ക് വരാം. 3 കിഡ്നി ഫെയിലിയർ വരാം. ഈ 3 രോഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മമാർ, അല്ലെങ്കിൽ കേൾക്കുന്ന അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ ബോധപൂർവ്വം ഘട്ടം ഘട്ടമായി ഉപ്പിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, ഉപ്പ് അത്യാവശ്യമുള്ള വസ്തുവല്ല, വളരെ കുറച്ചുള്ളൂ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ അനാവശ്യമായിട്ട് വലിച്ചു വാരി ഇങ്ങനെ ഇടുന്നില്ല, ആ രീതിയും മാറ്റുക. അതിന് പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഉപ്പ് അപകടമാണ്, ഉപ്പ് അപകടം. ഇതിൽ ഏറ്റവും നല്ല ഉപ്പ് ഏതാണെന്നുണ്ട്. നമ്മുടെ നാടുകളിൽ കല്ലുപ്പും ഉണ്ട്, പിന്നെ അയോഡൈസ്ഡ് ഉപ്പുകളുണ്ട്.
ഒരു കാരണവശാലും ഈ അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് കെമിക്കൽ നിറച്ചു വരുന്ന വസ്തുവാണത്. അത് വലിയ അപകടം പിടിച്ച ഉപ്പാണ്. നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, കല്ലുപ്പ് ഉപയോഗിക്കുക. കല്ലുപ്പ് തന്നെ നാച്ചുറലാണ്. അതിൽ വലിയ എന്ത് ചെയ്യുക, ഉപ്പ് അപകടമാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ അയോഡൈസ് ഉപ്പിൻ്റെ അത്ര അപകടം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഉപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഇത് കൃത്യമായിട്ടൊരു പ്രാക്ടീസ് ഉണ്ട്. കാരണം ഉപ്പ് ഞാൻ പറഞ്ഞു, നമുക്കൊരു മനസ്സിനുള്ളൊരു ഫുഡാണ് ഉപ്പ്. ഇപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കാൻ ഇപ്പോൾ സാധാരണ ഒരു മലയാളി കഞ്ഞി കുടിക്കുമ്പോൾ എന്തായാലും ഒരു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഉപ്പ് ഓരോ സമയം അതിൽ ഇടുന്നുണ്ട്. അത് നമ്മൾ ആ കഞ്ഞിയിൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാവിനും തലച്ചോറും മാത്രമേ സന്തോഷം തരുന്നുള്ളൂ, ബോഡിക്ക് അത് അപകടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നിർത്തുമെന്ന് വെച്ചാൽ ബോധപൂർവ്വം നമുക്ക് ആദ്യത്തെ ബോധപൂർവ്വം ഒരു 3 ആഴ്ച 4 ആഴ്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100% ഉപ്പിൽ നിന്ന് മാറി നിൽക്കാം. അതായത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഉപ്പില്ലാതെ കഴിച്ചു നോക്കുക, വളരെ പ്രയാസമായിരിക്കും. രണ്ടാമത്തെ ആഴ്ച ഒന്നുകൂടി ഈസി ആയിട്ട് വരും. മൂന്നാമത്തെ ആഴ്ച ഒന്നുകൂടി ഈസി. ഒരു 3-4 ആഴ്ച നമുക്ക് തീരെ ഉപ്പിടാതെ തന്നെ കഞ്ഞി കുടിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ എൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഉപ്പിന് ടേസ്റ്റാണ്. ഈ ടേസ്റ്റ് നാവിനും തലച്ചോറും മാത്രമേ അത് സന്തോഷം തരുന്നുള്ളൂ, ബാക്കിയൊക്കെ അപകടമാവില്ല. അപ്പോൾ നമുക്ക് ഘട്ടമായി നമ്മളെ വീടുകളിൽ എന്ത് ചെയ്യുക, ഉപ്പ് കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മമാരെന്ത് ചെയ്യുന്നു, അനാവശ്യമായിട്ട് എല്ലാ കറികളിലും ഉപ്പ് എന്ത് ചെയ്യുക കിട്ടുന്നത് വലിച്ചു വരുന്നത് കുറച്ച് കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സായിപ്പ് ഈ ഉപ്പും അധികം കഴിക്കില്ല അവർ, പഞ്ചസാരയും കഴിക്കില്ല അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, 70-80 വയസ്സായ സമയത്തും പലരും ഇങ്ങനെ നമ്മളെ ആളുകളിലൊക്കെ ടൂർ വരുന്ന ആളുകളെ കാണാം. അപ്പോൾ ഈ ഉപ്പിൻ്റെ ഉപയോഗം ബോധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറക്കുക. ഇത് കേൾക്കുന്ന ഇത് കേൾക്കുന്ന അമ്മമാരാണെങ്കിലും അല്ല അച്ഛന്മാരാണെങ്കിലും എന്താ, വീട്ടിൽ ബോധപൂർവ്വം ഉപ്പിനെ കുറിച്ച് ഒരു ചർച്ചാ വിഷയമാക്കുക, അനാവശ്യം ഉപ്പ് കഴിക്കരുതെന്ന രീതിയിൽ ബോധവൽക്കരണം മക്കളെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് വളരെ ഇഷ്ടമായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നിങ്ങളെ ചില ഫ്രണ്ട്സൊക്കെ വലിച്ചു വാരി ഉപ്പിട്ട് കഴിക്കുന്ന ആളുകൾ, അവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോക്ക് താഴെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ വാല്യബിൾ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.